ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ വെച്ചിട്ടുള്ള സ്നാക്കാണ് കാണിക്കുന്നത്. ഈ ഒരു സ്നാക്കിൽ വൈറ്റ് സോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അധികം ലേറ്റ് ആക്കാണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള പിസ്സ ബ്രെഡിൻ്റെ മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബൗളിൽ ഒരു അര കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റാണ് ചേർക്കുന്നത്. ഈസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദ ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 1.5 കപ്പോളം മൈദ ആവശ്യം വരുന്നുണ്ട്. ചേർത്തിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. ആ മാറ്റി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൈദ കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് സമയം ഇതുപോലെ ഇളക്കിയിട്ട് ആ മൈദയുടെ പച്ചമണമൊക്കെ പോകുന്ന സമയത്ത് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം മിക്സായിട്ട് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഒരു സ്ലൈസ് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ചീസ് മെൽറ്റാകുന്നത് വരെ മിക്സ് ചെയ്തെടുത്താൽ മതി. ചീസ് നിർബന്ധമില്ല. ചീസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സോസ് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടേനു. ഇതിലേക്ക് കുറച്ച് പൊടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു മാവ് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വലുപ്പത്തിൽ അങ്ങ് പരത്തിയെടുക്കുക. ആവശ്യത്തിന് നീളവും വീതിയൊക്കെ ആയിട്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ അങ്ങ് പരത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഈ ഒരു 2 ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. നടുവിൽ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ വൈറ്റ് സോസ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ പിച്ചി എടുത്തിട്ടുണ്ട്. കുരുമുളകും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുത്ത ചിക്കനാണ്. മുകളിൽ കുറച്ച് ക്യാപ്സിക്കം പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ തക്കാളിയുടെ പീസസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു സ്ക്വയർ ബോക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യം മടക്കുക, പിന്നെ ഇപ്പുറത്തുനിന്ന് മടക്കുക. അറ്റം നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട്. പിന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫില്ലിങ് ഇങ്ങനെ കാണും, കുഴപ്പമൊന്നുമില്ല. നമ്മളിത് എണ്ണയിൽ പൊരിക്കുന്നതല്ല, ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഒരു 4 പീസ് ഉണ്ടാവും. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഓയിൽ പുരട്ടിയ ഒരു തവയിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. സാധാരണ ദോശത്തവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളിത് ഗ്യാസുമ്മലേക്ക് വെക്കുകയാണ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴ്ഭാഗത്ത് ഒരു ചെറിയ പഴയ പാൻ വെച്ചിട്ടുണ്ട്. പഴയ പാനോ അല്ലെങ്കിൽ പഴയ മൂടിയോ ലിഡോ അങ്ങനെ എന്തെങ്കിലും വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് താഴ്ഭാഗം കരിഞ്ഞു പോകും. വേവാനൊരു 15 മിനിറ്റോളം എടുക്കും. അപ്പോൾ താഴ്ഭാഗത്ത് എന്തെങ്കിലും വെക്കണം. ഇതിൻ്റെ മുകളിൽ ഞാൻ ചെറിയ ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് വാഷും ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ആദ്യം ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. മറിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ പതുക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ശ്രദ്ധിച്ചിട്ട് മറിച്ചിടുക, ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോകാതെ. എന്നിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുക്കാവോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. നന്നായിട്ട് കുക്കാവും, കുഴപ്പമില്ല. നമ്മൾ കുബൂസൊക്കെ വേവിക്കുന്നില്ലേ, പിന്നെ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഇതിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും ടൈമിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു 15 മിനിറ്റ് വെച്ച് നോക്കിയിട്ട് കുക്കായിട്ടില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് അധികം വെച്ചാൽ മതി. ടെൻഷൻ അടിക്കുകയേ വേണ്ട. അപ്പോൾ മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റാണ്. ചൂടോടെ കഴിക്കുമ്പോൾ കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാവും പുറത്ത്. പിന്നെ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നമ്മുടെ പിതാ ബ്രെഡൊക്കെ പോലെ. ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. നല്ല സോസി ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഈസി സ്നാക്കാണ്. നല്ല വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്